ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് രസമാണ് കേട്ടോ. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള രസമാണ്. നെല്ലിക്ക വെച്ചാണ് ഈ രസം തയ്യാറാക്കുന്നത്. അപ്പോഴെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നെല്ലിക്ക രസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 5 നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എത്രത്തോളം രസം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നെല്ലിക്ക എടുക്കേണ്ടതാണ്. അത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കഷ്ണം ഇഞ്ചി രണ്ടായിട്ട് നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. 8 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ളതാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരു തണ്ട് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അരയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് രസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വളരെ കുറച്ച് സമയം വഴറ്റിയാൽ മതിയാകും കേട്ടോ. കാരണം വറ്റൽമുളകൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് നുറുക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് ഹാഫ് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് കായമാണ്. ഇത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കണക്കാക്കി ചേർത്ത് കൊടുക്കാം. കായമൊന്നും അധികമാകണ്ട. ഇനി ലോ ഫ്ലെയിമിലിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ വഴന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്കയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. നെല്ലിക്കയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് പച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ഉറപ്പായും ഇഷ്ടമാകും. അപ്പോൾ നെല്ലിക്ക അരച്ചതും കൂടെ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നെല്ലിക്കയുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. നെല്ലിക്ക ഒരുപാടങ്ങ് മൂത്ത് പോകാനും പാടില്ല കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇവിടെ ഞാൻ നെല്ലിക്ക ചേർത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യം വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 2 നെല്ലിക്കയ്ക്ക് 1 കപ്പ് വെള്ളം കണക്കാക്കിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 5 നെല്ലിക്കയ്ക്ക് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1 കപ്പ് വെള്ളത്തിന് 2 നെല്ലിക്ക എന്ന് പറയുമ്പോൾ നല്ല ഫ്ലേവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇനി പാകത്തുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സാധാരണ നമ്മൾ പുളിരസവും തക്കാളി രസവും ഒക്കെ തയ്യാറാക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണ് കേട്ടോ ഈ നെല്ലിക്ക രസം. ഇങ്ങനെ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. രസത്തിന് നല്ല തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാടിട്ടങ്ങ് തിളപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഞാൻ കുറച്ച് മല്ലിയില നുറുക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇനി മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. മല്ലിയില ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ നെല്ലിക്ക പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ചെറിയൊരു കയ്പ്പും പുളിപ്പും മധുരമൊക്കെയാണ് ഉണ്ടാകാറ്. പക്ഷേ രസം തയ്യാറാക്കുമ്പോൾ ആ കയ്പ്പ് രസമൊന്നും ഉണ്ടാകാറില്ല കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയുമാണ്, വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ മല്ലിയില ചേർത്തിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും ആ മല്ലിയിലയുടെയൊക്കെ ഒരു ഫ്ലേവർ രസത്തിന് ഇറങ്ങി കിട്ടും. രസം ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഞാനൊരു ഗ്ലാസ് ബൗളിലേക്ക് സെർവ് ചെയ്ത് മാറ്റുന്നുണ്ട്. സെർവ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കാരണം ആ നെല്ലിക്കയിലെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നെല്ലിക്ക രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാ സമയത്ത് തന്നെ നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.